ഈ ഇന്ത്യ സഖ്യക്കാരെ കൊണ്ട് തോറ്റു കേട്ടോ, വലഞ്ഞു. കാരണം ഇവന്മാര് ഇലക്ഷൻ കമ്മീഷനെ നാറ്റിച്ച് നാശമാക്കിയിട്ടേ അടങ്ങൂ എന്നാണ് തോന്നുന്നത്. ഇന്നലെതാ യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന ഒരാള് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനമൊക്കെ നടത്തുന്ന ഒരാളാ, അക്കാര്യത്തിൽ ഒരു മിടുക്കനാ. അദ്ദേഹം ഇന്നലെ ബീഹാറിൽ നിന്നുള്ള 3 വോട്ടർമാരെയും കൊണ്ട് സുപ്രീം കോടതി വന്നിരിക്കുന്നു. എന്തുവാ കാര്യം? ഇവര് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവരെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിരിക്കുക. അത് സുപ്രീം കോടതിയെ നേരിട്ട് ധരിപ്പിക്കാൻ യോഗേന്ദ്ര യാദവ് വന്നിരിക്കുക. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അത് ഇഷ്ടപ്പെടുമോ? മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് പറഞ്ഞു, യോഗേന്ദ്ര യാദവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ നാടകം കളിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ ഈ മരിച്ചവരെ അങ്ങ് ജീവിപ്പിക്കുമായിരുന്നല്ലോ എന്ന മട്ടിൽ. അപ്പൊ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി പറഞ്ഞു, അത്രയ്ക്കൊന്നും വേണ്ട, യോഗേന്ദ്ര യാദവ് വസ്തുതാപരമായിട്ടൊരു കാര്യം ചെയ്തതേ ഉള്ളൂ. അത് മാത്രമല്ല, സാധാരണക്കാരായ 3 പേര് അവരുടെ പ്രശ്നവുമായിട്ട് സുപ്രീം കോടതിയിൽ വന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണെന്ന്.